അഭിഷേകും ജാസ്മിനും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഗബ്രിയും ജാസ്മിനും അധികം സംസാരിക്കാറൊന്നുമില്ല. അവർ രണ്ടുപേരും രണ്ട് വഴിക്കായി രണ്ടുപേരും വേറെ വേറെ ഗെയിം കളിക്കാമെന്ന് പതിയെ പതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജാസ്മിൻ എന്നിട്ട് അഭിഷേകിനോട് പറയാണ്, അഭിഷേക് നീ എന്നെ നോക്കാതെ പോയപ്പോൾ ഞാൻ ഗബ്രിനോട് പറയുകയും കൂടി ചെയ്തു, നീ എന്നെ നോക്കുന്നത് എൻ്റെ മുഖത്ത് പോലും നോക്കാതെയാണ് പോയതെന്ന്. ഞാൻ പിന്നെ നിന്നോട് മിണ്ടരുതെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്, പക്ഷേ എന്നെയും കൊണ്ട് സാധിക്കുന്നില്ലടാ, എനിക്ക് മിണ്ടിയേ പറ്റുമെന്ന്. അതിനുശേഷം നമ്മുടെ ജിൻഡോനെ കുറിച്ചാണ്, ജിൻഡോ കക്കാനെ കുറിച്ചാണ് പറയുന്നത് ജാസ്മിൻ. അയാൾ എന്താ രാവിലെ പറഞ്ഞത്, അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടോ? നിങ്ങൾ ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്ന ടാസ്ക് എന്തായിരുന്നു? ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ പറയാനല്ലേ, എന്നിട്ട് എന്താ അയാൾ പറഞ്ഞത്? അത് പറഞ്ഞത് തെറ്റ് തന്നെയാണെന്നൊക്കെ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട്. എന്താണെങ്കിലും ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പ്രശ്നത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിൽ നിന്ന് വിടുന്നില്ല. ഇന്ന് ഗബ്രി തന്നെ അത് ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യത്തിനെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നമാക്കി മാറ്റണേ? ഒരു ചെറിയ കാര്യത്തിന് അതവിടെ വിടുക, അല്ലാതെ അതിനെ വലിയൊരു പ്രശ്നമാക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല ജാസ്മിൻ. കാരണം ഇപ്പോൾ ഗബ്രിക്ക് കുറച്ച് ബോധമൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഗെയിം എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗബ്രീൻ്റെ വഴിക്ക് പോകാനും തുടങ്ങിയിട്ടുണ്ട്.